പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്തുമസ് കാലം. ഇങ്ങനെയൊരു ക്രിസ്മസ് കാലത്ത് ഒരു പള്ളി അങ്കണത്തിൽ നിന്ന ഒരു ക്രിസ്മസ് മരത്തിന്റെ കഥയാണ് ഞാൻ ഓർമ്മിക്കുന്നത്. നമുക്കെല്ലാവർക്കും ക്രിസ്മസ് നാളുകളിൽ ക്രിസ്മസ് ട്രീ കാണാൻ വളരെ സന്തോഷമുണ്ട്. അലങ്കാരങ്ങൾ കൊണ്ട്, സമ്മാനപ്പൊതികൾ കൊണ്ട്, തോരണങ്ങൾ കൊണ്ട് വളരെ മനോഹരമാക്കുന്ന ഒരു ക്രിസ്മസ് ട്രീയുടെ അടുത്തേക്ക് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ആഹ്ലാദത്തോടെ എത്തിച്ചേരാറുണ്ട്. എന്തൊരു അഭിമാനത്തോടെയാണ് ആ മരം അവിടെ നിൽക്കുന്നത്. കാരണം ആ മരത്തിൽ നിറയെ സമ്മാനങ്ങളുണ്ട്. വില പിടിച്ച നിധി പോലെ കുട്ടികൾ കരുതുന്ന അനേകം സാധനങ്ങൾ ഇതാ ആ മരത്തെ അലങ്കരിച്ചിരിക്കുന്നു. ആ ക്രിസ്മസ് മരത്തിന്റെ തൊട്ടരികിൽ നിൽക്കുന്ന മറ്റൊരു മരത്തെ കൂടി ഞാൻ പരിചയപ്പെടുത്തട്ടെ. അതൊരു മാവാണ്. ഒരു തേന്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ മാവിൽ നിറയെ സമ്മാനങ്ങളൊന്നുമില്ല. ഏതാനും മാങ്ങകൾ മാത്രം അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അല്പം അപകർഷതാബോധത്തോടെ തൈമാവ് ക്രിസ്മസ് മരത്തെ നോക്കുകയാണ്. നിന്റെ ദേഹത്ത് എന്തുമാത്രം സമ്മാനങ്ങളാണ്, എന്തുമാത്രം പൊതികളാണ്, എന്നാൽ എന്നിലുള്ളത് 4-5 മാങ്ങകൾ മാത്രം. ക്രിസ്മസ് മരം അതിന് മറുപടിയായി ഒന്നും പറഞ്ഞില്ല. മാവിന്റെ ആത്മകഥം കേട്ടപ്പോഴും ക്രിസ്മസ് മരം നിശബ്ദത പാലിച്ചു. ക്രിസ്തുമസിന്റെ ആരവങ്ങളെല്ലാം കഴിഞ്ഞ നാളിൽ, അലങ്കാരങ്ങളെല്ലാം തീർന്ന നാളിൽ ആ മരം അടുത്തു നിന്ന തൈമാവിനോട് പറഞ്ഞു, അല്ലയോ തൈമാവേ, നീ എന്നെ നോക്കൂ. എന്നിൽ യാതൊരു വിധത്തിലുള്ള അലങ്കാരങ്ങളും സമ്മാനപ്പൊതികളും ഇപ്പോൾ ഇല്ല. കാരണം എനിക്കിതൊന്നും അവകാശപ്പെട്ടതായിരുന്നില്ല. ഇതൊന്നും ഞാൻ അധ്വാനിച്ച് നേടിയതല്ല. ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എന്നിൽ തൂക്കിയതാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതായിരുന്നു. അവരത് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ നോക്കൂ, നിന്നിലുള്ളത് നിന്റെ അധ്വാനത്തിന്റെ മാങ്ങകളാണ്, നിന്റെ ആഗ്രഹത്തിൻ്റെതാണ്, നിന്റെ സമർപ്പണത്തിൻ്റെതാണ്. നിന്നിലുള്ള നന്മയുടെ അടയാളങ്ങളാണ് നിന്നിൽ മാങ്ങകളായി നിൽക്കുന്നത്. അത് മാമ്പഴമായി മാറും, അനേകർക്ക് മധുരം ലഭിക്കും. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് കാലത്ത് പങ്കുവെക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ചിന്തയാണിത്. ക്രിസ്മസ് ട്രീ മനോഹരമാണ്, പക്ഷേ ആ മരം അധ്വാനിച്ചതല്ല അത്. ക്രിസ്മസ് കാലം കഴിഞ്ഞു പോകുമ്പോൾ അതൊന്നും അർത്ഥവത്തല്ലാതായി മാറും. എന്നാൽ ഒരു മാവ് അതിന്റെ ജീവൻ കൊടുത്ത് അതിന്റെ സത്ത് നൽകി സൃഷ്ടിക്കുന്ന ആ മാങ്ങകൾ, തീർച്ചയായും അതിന്റെ ഉത്തരവാദി, അതിന്റെ അവകാശികൾ ആ മരം തന്നെയാണ്. ഇതുപോലെ ആരെങ്കിലും കെട്ടിത്തൂക്കുന്ന തോരണങ്ങൾക്കോ സമ്മാനങ്ങൾക്കോ വേണ്ടി നിൽക്കുന്ന ഒരു മരമായി തീരാതെ നമ്മുടെ ഊർജം കൊടുത്ത്, നമ്മുടെ അധ്വാനം നൽകി അവിടെ ദൈവം ഫലം സൃഷ്ടിക്കുന്ന ഒരു മരമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അത് എന്നും അർത്ഥവത്തായി തീരുന്നു. ഈ വിധത്തിൽ ഫലമുളവാക്കുന്ന വൃക്ഷങ്ങളായി പോലെ നന്മകൾ നൽകുന്ന വ്യക്തികളായി നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന, പള്ളിമുറ്റത്ത് നിൽക്കുന്ന, നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന ചെറിയ മരങ്ങളായി തീരാൻ, ജീവനുള്ള മരങ്ങളായി തീരാൻ, ജീവൻ പകരുന്ന മരങ്ങളായി തീരാൻ ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ണീശോയെ നമ്മെ ക്ഷണിക്കുന്നു. ഉണ്ണീശോയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. നമ്മിലൂടെയുള്ള നല്ല ഫലങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ.